الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാർ തടഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്, മദീനയിലേക്ക് ഹിജറ പോകാൻ പറ്റൂല. ഒടുവിൽ മക്കയിലുള്ള സ്വത്തും സമ്പത്തും ഒക്കെ മക്കക്കാർക്ക് വിട്ടുകൊടുത്തിട്ടാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. മദീനയിലെത്തുന്ന സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നുണ്ട്. റബിഹൽ ബൈഉ, സുഹൈബ്, നിന്റെ കച്ചവടം എത്ര ലാഭകരമായ കച്ചവടമാണ്. ഖുർആനിൽ അല്ലാഹുവിന്റെ ആയത്തിറങ്ങി, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിൽക്കാൻ തയ്യാറായ ആൾക്കാരും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അത് സുഹൈബ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഇങ്ങനത്തെ എത്ര 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 സുഹൈബുമാരുടെ കഥകളാണ് ഹിജറക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഹിജറ എന്നത് ഒരു പറിച്ചു നടലാണ്. പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള പലായനമാണ്. മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് വലുത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഈ ദീനുമാണ് എന്ന പ്രഖ്യാപനമാണ്. ഹിജറയുടെ ഓർമ്മകൾക്ക് എത്ര കനമുണ്ട്, ഭാരമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്ന് ഹിജറ എന്ന അധ്യായം വായിക്കുമ്പോൾ ഈമാനുള്ളവരുടെ കവിൾത്തടങ്ങൾ കണ്ണീർ കൊണ്ട് നനയും. അതൊരു സത്യമാണ്. ഹിജറയുടെ ഓർമ്മകൾ നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് ഉയർത്തും. വീട്ടിലുള്ള മുഴുവനും നുള്ളിപ്പെറുക്കിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെടുന്നത്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവരാ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. 5000 6000 ദിർഹം വീട്ടിലുണ്ടായിരുന്നു. അത് മുഴുവൻ എടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയതിനു ശേഷം വല്യുപ്പ അബൂ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓൻ പോയല്ലോ, എന്താണ് നിങ്ങൾക്കിവിടെ ബാക്കിയാക്കിയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടാണോ അവൻ ഹിജറ പോയത്? അന്ന് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, കണ്ണ് കാണൂല, കാഴ്ചയില്ല.
അപ്പൊ അസ്മാ ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹ കുറച്ച് കല്ലെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണം സൂക്ഷിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു തുണി വെച്ചു. എന്നിട്ട് വല്യുപ്പന്റെ കൈ കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് പറയാണ്, ഇതൊക്കെ എന്റെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ബാക്കിയാക്കിയതാണ്. ഇതൊക്കെ ബാക്കിയാക്കിയിട്ടാണ് അബൂബക്കർ പോയത്. ഞങ്ങളെ പട്ടിണിക്കിട്ട് ഞങ്ങൾക്കൊന്നും ബാക്കിയാക്കാതെയല്ല ഹിജ്റ പോയിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണ്. അപ്പൊ അബൂ ഖുഹാഫ സമാധാനിച്ചു എന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടാണല്ലോ പോയത്. അസ്മാ ബിൻത്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലാ വല്ലാഹി മാ തറക്കലന അബീ ശൈഅ, എന്നാ ഒരു ചില്ലിക്കാശ് പോലും ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ബാക്കി വെച്ചിരുന്നില്ല. പക്ഷേ എന്റെ ഉപ്പ പുറപ്പെട്ടിട്ടുള്ളത് ദീനിന്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ വഴിയിലാണ്. ആ ഉപ്പ ഒരിക്കലും വല്യുപ്പയുടെ മുമ്പിൽ ചെറുതാകാൻ പാടില്ല എന്ന ചിന്തയായിരുന്നു അസ്മാ ബിൻത്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് ചരിത്രത്തിലെ വേറൊരു അത്ഭുതമാണ് അല്ലെ. നമുക്കൊരു 30,000 40,000 ശമ്പളം ഉണ്ടെങ്കിൽ അതിൽ 500 റുപ്യ കൊടുത്താൽ അതെന്റെ വലിയ കാര്യമാണ്. ഞാനെന്തോ വലിയ സംഭവം ചെയ്ത പോലെയാണ് നമുക്കുണ്ടാവുക. ദീനിന്റെ മാർഗത്തിൽ എല്ലാം ചെലവഴിക്കുമ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പേടിയിലും ബേജാറിലുമാണ് ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. പിന്നെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കിടന്നത് അലി റളിയല്ലാഹു അൻഹുവാൻ. അത് ശത്രുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമായിരുന്നില്ല അലി റളിയല്ലാഹു അൻഹു മക്കയിൽ തങ്ങിയത്. മറിച്ച് മക്കക്കാര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചിട്ട് മുഹമ്മദ് നബിയുടെ കയ്യിൽ കൊടുത്ത സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. നബിയോട് അവർക്ക് എത്ര ശത്രുതയുണ്ടായിരുന്നു നമ്മൾ ആലോചിക്കുക. പക്ഷേ നബിയെ അവർക്ക് വിശ്വാസമായിരുന്നു. മുഹമ്മദിനെ ഏൽപ്പിക്കാം, മുഹമ്മദിനെ വിശ്വസിക്കാം. അപ്പൊ ആ സൂക്ഷിപ്പ് മുതലുകൾ അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവാദിത്തപ്പെടുത്തിയത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു ടൂറ് പോവല്ലല്ലോ. ജനിച്ചു വീണ നാട്ടിൽ നിന്ന്, കളിച്ചു വളർന്ന മണ്ണിൽ നിന്ന് എല്ലാം പറിച്ചെടുത്തിട്ടുള്ള പലായനമാണ്. ആ സമയത്ത് ഒരു മനുഷ്യന്റെ മനസ്സ് എത്ര അസ്വസ്ഥമായിരിക്കും, അയാൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിച്ചേൽപ്പിച്ച ആ മുതലുകൾ തിരിച്ചു കൊടുക്കാൻ മറന്നിട്ടില്ല അല്ലെ. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളൂമൻ ജഹൂല. അള്ളാഹു അമാനത്ത് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കൂലിയുണ്ട്. ആ അമാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷയുമുണ്ട്. പർവ്വതങ്ങൾ അത് ഏറ്റെടുത്തില്ല, ആകാശങ്ങൾ അത് ഏറ്റെടുത്തില്ല, ഭൂമി അത് ഏറ്റെടുത്തില്ല. പേടിച്ചിട്ട് ബേജാറായിട്ട് മനുഷ്യന്മാരത് ഏറ്റെടുത്തു. അള്ളാഹു പറയാണ്, ഇന്നഹു കാന ളൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അക്രമിയാണ്, അവിവേകിയാണ്. അപ്പൊ ആ അമാനത്തിന്റെ വിഷയത്തിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. ചില ആൾക്കാരൊക്കെ കടം വാങ്ങിയിട്ടാണ്ട് പോകും. കടം ചോദിക്കാനൊക്കെ വലിയ ഉഷാറായിരിക്കും. പിന്നെ ആ കടം തിരിച്ചു കിട്ടാനുള്ള ഒരു ഇടങ്ങറ് ഭയങ്കരാണ്. ഏതെങ്കിലും ഒരു സാധുവിന് ആ കടം തിരിച്ചു ചോദിക്കാൻ മടി കൂടിയാണെങ്കിൽ ആ വാങ്ങിക്കൊണ്ടുപോയ 25,000 പോയ വഴി കാണൂല. അത് നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത മാസം തരാം, എന്നിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാൻ. എത്ര മോശമായ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ ദീനും വലിയ താടിയും നിസ്കാരവും ദീനിന്റെ കാര്യത്തിലൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ പോലും സാമ്പത്തിക രംഗത്ത് വളരെ മോശം. ഓരോടൊരു ഇടപാട് നടത്താൻ പറ്റൂല എന്ന് നമ്മളെ പറ്റിയിട്ട് വേറൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അതെത്ര ഗൗരവത്തിൽ നമ്മൾ കാണണം. അത് അമാനത്താണ്. കടം നമ്മൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട് എങ്കിൽ, തിരിച്ചു തരാമെന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇനി ആ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കടം വാങ്ങിയവരോട് പറയണം, എനിക്കിപ്പോ തരാൻ കുറച്ച് ടൈറ്റാണ്, ശമ്പളം കിട്ടിയിട്ടില്ല, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കാത്തുക്കി. ഇതൊരു വിവരമില്ല. കടം വാങ്ങിയിട്ടാണ്ട് പോയാല് പിന്നെ ഈ കൊടുത്തോന്റെ കഴിവനുസരിച്ചിട്ടാണ് അത് തിരിച്ചു കിട്ടുക എന്നുള്ളത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹ്റാഖു മിൻ ദമി ഷഹീദ്, ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന്
ഒന്നാമത്തെ തുള്ളി രക്തം പുറത്തേക്ക് തെറിക്കുമ്പോൾ യുഗ്ഫറു കുല്ല ദംബ്, എല്ലാ തെറ്റുകളും അള്ളാഹു എനിക്ക് പുറത്തു കൊടുക്കുന്നാർ. എല്ലാ തെറ്റുകളും അള്ളാഹു എനിക്ക് പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, കടം അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി ചോര പുറത്തേക്ക് തെറിക്കുമ്പോ അവൻ ചെയ്ത മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും. കടം അള്ളാഹു വിട്ടുകൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധതയും സൂക്ഷ്മതയും കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ജീവിതം നമ്മൾ വായിക്കണം. ആ ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അല്ലാഹു തൃപ്തിപ്പെട്ടവരാണവർ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണവർ. അവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ബദറിന്റെ ചരിത്രവും മുഹദിന്റെ ചരിത്രവും തബൂക്കും ഖന്തക്കും ഹുനൈനും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഹിജറയുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടോ? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിലേക്കുള്ള യാത്ര നമ്മൾ വായിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ശഅബ് അബീ താലിബിൽ 3 വർഷം പട്ടിണി കിടന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടോ? ആ ഹിജറയുടെ ചരിത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അവരിലേക്ക് ഇനിയും നമുക്ക് എത്ര ദൂരമുണ്ട് എന്ന്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോരാൻ കഴിയാതെ മക്കക്കാര് ബന്ദികളാക്കി വെച്ച കുറച്ച് തടവുകാരുണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചൊരു സഹാബിയായിരുന്നു മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹു. നല്ല ആരോഗ്യമുള്ള ഒരു സഹാബി. അദ്ദേഹം ഒരു രാത്രി പാത്തുപതുങ്ങി മക്കയിലെത്തി. മക്കക്കാര് തടവിൽ വെച്ചിട്ടുള്ള ആൾക്കാരെ മോചിപ്പിച്ച് മദീനയിൽ എത്തിക്കലാണ് ലക്ഷ്യം. അപ്പൊ ആ നിലാവുള്ളൊരു രാത്രിയാണ് മർസദ് ബിൻ അബി മർസദിനെ വഴിയിൽ വെച്ചിട്ട് അനാക്ക് എന്നൊരു പെണ്ണ് കാണുകയാണ്. അത് മക്കയിൽ അറിയപ്പെട്ട വേശ്യയാണ്. പോരാത്തതിന് ജാഹിലിയത്തിൽ മർസദിന്റെ കൂട്ടുകാരിയായിരുന്നു. അപ്പൊ അനാക്ക് കാലങ്ങൾക്ക് ശേഷം മർസദിനെ കാണുകയാണ്. അപ്പൊ ചോദിച്ചു, മർസദാണോ? അതെ, മർസദാൻ. ഫബിത് ഇൻദനാ അല്ലൈല, ഈ രാത്രി നമുക്ക് ആസ്വദിക്കാം, നമുക്ക് ഉഷാറാക്കാം, ഇന്ന് എന്റെ കൂടെ കഴിയാം. അപ്പൊ മർസദ് ബിൻ അബി മർസദ് പറയുന്നുണ്ട്, യാ അനാഖു ഹറമല്ലാഹു സിന, അല്ലാഹു സിന ഹറാമാക്കിയിട്ടുണ്ട്, എനിക്ക് വ്യഭിചാരം പറ്റൂല. ആരും അറിയാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരുള്ളത് മദീനയിലാണ്. ഈ രാത്രിയിൽ അനാക്കിന്റെ കൂടെ ചെലവഴിച്ചാൽ ആരും കാണാൻ പോകുന്നില്ല. പക്ഷെ മർസദിന് ഒറ്റ കാരണമാണുള്ളത്, ഒരു തടസ്സമാണുള്ളത്, അത് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ദേഷ്യത്തിന്, അത് വിസമ്മതിച്ചതിന്റെ വിരോധത്തിൽ അനാക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, യാ അഹ്ലൽ ഖിയാം, മക്കക്കാരെ വിളിച്ചിട്ട് പറയാൻ, ഇതാ നിങ്ങളുടെ തടവുകാരെ മോചിപ്പിച്ചു കൊണ്ടുപോകാൻ മദീനയിൽ നിന്ന് മർസദ് വന്നിട്ടുണ്ട്, ഓനെ പിടികൂടണം. അപ്പൊ മർസദ് ബിൻ അബി മർസദ് പറയാണ്, ഒരു 5-6 ആൾക്കാർ എന്റെ പിന്നാലെ കൂടി, ഞാൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി, ഒരു ഗുഹയിൽ ഒളിച്ചു. പിന്നീട് അവർ കുറെ തപ്പി തെരഞ്ഞു. അവസാനം അവര് എന്റെ ഗുഹയുടെ മുകളിൽ വന്ന് നിന്നിട്ട് മൂത്രമൊഴിക്കുന്നൊക്കെ ഉണ്ട്. ആ മൂത്രമൊക്കെ എന്റെ തലയിൽ വീഴുന്നു. പക്ഷെ അള്ളാഹു എന്നെ സംരക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് മദീനയിൽ തിരിച്ചെത്തി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മർസദ് ബിൻ അബി മർസദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ റസൂൽ അല്ലാഹ്, അൻകിഹു അനാഖൻ, എനിക്ക് അനാക്കയെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ആ ചോദ്യത്തിലുണ്ട് മർസദും അനാക്കയും തമ്മിലുള്ള കണക്ഷൻ എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്ന്. 2 തവണ ആ ചോദ്യം മർസദ് ആവർത്തിക്കുന്നുണ്ട്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുകയാണ്, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. അല്ലെ, ഒരു വ്യഭിചാരിണിയായ പെണ്ണിനെ ഒരു വ്യഭിചാരിയോ അല്ലെങ്കിൽ ഒരു മുശ്രിക്കോ കല്യാണം കഴിക്കുള്ളൂ, അത് മുസ്ലിമിന് അനുവദനീയമല്ല. ആ ആയത്തിറങ്ങിയതിന് ശേഷമാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മർസദിന് മറുപടി കൊടുക്കുന്നത്. മർസദ് അംഗീകരിച്ചു, പ്രശ്നമില്ല. അള്ളാഹു പറഞ്ഞതാണോ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതാണോ അത് അംഗീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം എന്റെ റബ്ബ് അതിനേക്കാളും നല്ലത് തരുമെന്ന തിരിച്ചറിവ് സഹാബിമാർക്കുണ്ടായിരുന്നു. ഈ മർസദൊക്കെ ഹിജ്റയുടെ ഓർമ്മകളിലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മർസദിനെ നമുക്കറിയുമോ? അബൂബക്കറിനെ നമുക്കറിയുമോ? നമ്മുടെ മക്കൾക്ക് അറിയുമോ? ഖാലിദ് ഇബ്നു വലീദിനെയും സുമയ്യയെയും നമ്മുടെ കുട്ടികൾക്ക് അറിയുമോ? നമുക്കറിയുമോ? സഹാബിമാരെ അടുത്തറിയുക എന്നുള്ളത്
ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹബ്ബു സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു വ മവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു. ഓരോ സഹാബിയെയും സ്നേഹിക്കുക എന്നത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. സഹാബിമാരെ അടുത്തറിയാതെ നമുക്ക് എങ്ങനെയാണ് അവരെ സ്നേഹിക്കാൻ കഴിയുക? ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ പോർച്ചുഗലിന്റെയും അർജന്റീനന്റെയും ബ്രസീലിന്റെ ഒക്കെ സ്കോഡ് ചോദിച്ചാൽ അത് മണിയായിട്ട് അക്ഷരം തെറ്റാതെ നമ്മളെ കുട്ടികൾ പറയും, നമ്മളും പറയും. അതാണ് നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഒരു 10 സഹാബിന്റെ പേര് ചോദിച്ചാൽ പറയാൻ നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മുടെ ഒരു നിലവാരം എന്താണ്, അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ശരിക്ക് ആലോചിക്കുക. ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, ഹൽ തദറൂന അവ്വല മൻ യദ്ഖുലുൽ ജന്ന, ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? അപ്പൊ അവർ പറഞ്ഞു അല്ലാഹു വ റസൂലുഹു അഅലം. അത് സഹാബിമാരുടെ ഒരു മര്യാദയാണ്. അവരോട് നബി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അല്ലാഹും അല്ലാഹുവിന്റെ റസൂലാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ എന്നാണ് അവര് മറുപടി കൊടുത്തിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഫുഖറാ ഉൽ മുഹാജിറൂൻ, മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ദരിദ്രരായ ആളുകളാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക, അവർക്കാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ കടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അവരുടെ ശ്രേഷ്ഠത എത്രയാണ്, അവരുടെ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്കൊരു ഹിജ്റ ഉണ്ട്, നമുക്കും ഒരു ഹിജ്റയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മുസ്ലിങ്ങളൊക്കെ ഓന്റെ നാവെന്നും ഓന്റെ കൈയെന്നും കഴിച്ചിലാകണം. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ മുഹാജിറാൻ. ആ കാര്യങ്ങൾ ഒഴിവാക്കുന്നവൻ, വെടിയുന്നവൻ മുഹാജിറാൻ. ആ മുഹാജിറുകൾ കൂട്ടത്തിൽ പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഒരു സുഹൃത്തിന്റെ കുടുംബത്തിൽ പുതിയ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവര് കുടിരിക്കലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അപ്പം മുഹറം 10 കഴിഞ്ഞിട്ടാണ് കുടിരിക്കൽ പറ്റുള്ളൂ എന്നാണ്. അതിൻ്റെ ഇടയിൽ എന്താ പ്രശ്നം? അതിൻ്റെ ഇടയിൽ നഹ്സാൻ. അപ്പം ആ ദിവസങ്ങളിൽ കുടിരിക്കൽ പറ്റൂല, കല്യാണം പറ്റൂല, നല്ല കാര്യങ്ങളൊന്നും പാടില്ല. കോട്ടക്കലടുത്ത് ഒതുക്കുങ്ങലിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ചൊവ്വാഴ്ച നമുക്ക് പ്രോഗ്രാം ഫ്രീ ആയിട്ട് നടത്താം, വാടക ഒന്നും ആവശ്യമില്ല. ചൊവ്വാഴ്ചകളാണ് അവിടെ ക്ലാസ്സുകൾ നടക്കാറുള്ളത്. അപ്പം എന്താ, ചൊവ്വാഴ്ച ആർക്കും കല്യാണമില്ല, ഒരു ഫംഗ്ഷനും ഇല്ല. എന്താ, ചൊവ്വാദോഷമാണ്. ചൊവ്വാഴ്ച അതൊക്കെ നടത്തിയാൽ പ്രശ്നമാണ്. അള്ളാഹു ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുന്നതിൻ്റെയും 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഓരോരുത്തരുടെയും ഖദർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കതബല്ലാഹു മഖാദീറൽ ഖലായിഖ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു നമ്മുടെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഖദർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഗതിയും നടക്കുന്നത്. എന്ത് സംഭവിച്ചാലും അതൊക്കെ ഖൈറാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈമാനുള്ള ആൾക്കാർ. അപ്പൊ ഇന്നും സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബിയുടെയും ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും കഥ വായിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആ കഥ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിലൊക്കെ അള്ളാഹു കണക്കാക്കുന്ന വലിയ നന്മകളുണ്ട്, ഖൈറുകളുണ്ട്. അത് നമുക്കറിയില്ല എന്നതാണ്. പല മനുഷ്യന്മാരും ദീനായിട്ട് പലതും ആചരിക്കാൻ. ദീൻ എന്ന് പറഞ്ഞാൽ മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹ്. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് നമ്മുടെ വിശ്വാസത്തിൽ കാണണം, അത് നമ്മുടെ കർമ്മങ്ങളിൽ കാണണം, നമ്മുടെ ഇബാദത്തുകളിൽ കാണണം. വെറുതെ എന്തെങ്കിലും വിശ്വസിക്കാനും വെറുതെ എന്തെങ്കിലും ആചരിക്കാനും ആണെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു നബിമാരെ അയച്ചിട്ടുള്ളത്? പിന്നെ എന്തിനാണ് അള്ളാഹു കിതാബ് ഇറക്കി തന്നിട്ടുള്ളത്? എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആൻ ഓതി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഇപ്പൊ കുറെ ആൾക്കാർ ദീനിന്റെ ഭാഗമായിട്ട് പലതും ആചരിക്കുന്നു. ആ വിശ്വാസം ദീനാണോ? അത് അള്ളാഹു പഠിപ്പിച്ചതാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അത് നമ്മൾ നല്ലോണം ആലോചിക്കണം. മുഹറം മാസം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാസം എന്ന് പറഞ്ഞത്.
എന്നിട്ട് ആ മാസത്തിൽ കുറച്ച് ദിവസം പാടില്ലാത്ത ദിവസങ്ങൾ, മോശമായ ദിവസങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാന്നാ പറഞ്ഞത്. ഷഹ്റുല്ലാ, അള്ളാന്റെ മാസം എന്നാ പറഞ്ഞത്. 12 മാസങ്ങളും അള്ളാന്റെ മാസങ്ങൾ തന്നെയല്ലേ, പിന്നെ എന്തുകൊണ്ടാ മുഹറമിന് പ്രത്യേകിച്ച് ഷഹ്റുല്ലാ എന്ന് പറഞ്ഞത്? അത് മുഹറമിനുള്ള പ്രത്യേകതയാണ്. അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിന് ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാണ്. അള്ളാഹു എന്താണ് നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ളത് അതേ നടക്കുള്ളൂ. ഒരു ദിവസം ശകുനത്തിന്റെ ദിവസമാണ്, ആ ദിവസം ഒന്നും പറ്റൂല. അങ്ങനത്തെ ഒരു ദീന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ മാസത്തിലെ 9-10 ദിവസങ്ങളിലെ നോമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആശൂറ നോമ്പിനെ പറ്റിയിട്ട് ചോദിക്കപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയൊരു വർഷത്തെ ചെറിയ പാപങ്ങൾ ആ നോമ്പ് കൊണ്ട് അള്ളാഹു പുറത്തു വരുന്നതാണ്. മുഹറം 10 നോമ്പ്, മുഹറം 9ഉം 10ഉം നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 നോമ്പിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമൻ അത്താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 10ന്റെ കൂടെ മുഹറം 9ഉം ഞാൻ നോമ്പെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ 2 ദിവസത്തെ നോമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 1-2 അറിയിപ്പുകൾ നൽകുകയാണ്. ഒന്ന്, നാളെ മുതൽ നമ്മുടെ CRE ആരംഭിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ശനിയാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷമാണ് CRE ക്ലാസ്സുകൾ നടക്കുന്നത്. ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. ഇവിടെ പർപ്പുറുസ്ഥാന്റെ ക്ലാസ് നടക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ മുതിർന്ന ആൾക്കാർ ആ ക്ലാസ്സിൽ ഇരിക്കുന്നു. നമ്മൾ ഫാമിലി സഹിതം കുടുംബസമേതം വന്നാൽ നമുക്ക് പർപ്പുറുസ്ഥാന്റെ ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്യാം, തഫ്സീർ ക്ലാസ് കേൾക്കുകയും ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് CREയിൽ പങ്കെടുക്കുകയും ചെയ്യാം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കാരയിലുള്ള നമ്മുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രീ സ്കൂൾ, അതുപോലെ തന്നെ 8ാം ക്ലാസ് വരെയുള്ള മദ്രസ, അവർ വലിയൊരു പ്രതിസന്ധിയിലാണ്. സ്വന്തമായിട്ട് സ്ഥലമൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട്. 40 ലക്ഷം രൂപ ചെലവഴിച്ച് സ്വന്തമായിട്ടുള്ള സ്ഥലം വാങ്ങിയിട്ടില്ല. അതിൽ അവർക്ക് കടമൊന്നുമില്ല. അതൊക്കെ നാട്ടിൽ നിന്ന് അവർ പിരിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് നമ്മുടെ ഒരു സഹായം കൂടി വേണം. ഇപ്പൊ നിലവിൽ ആ സ്ഥാപനം നടന്നു പോകുന്നത് പഴയൊരു കോഴി ഫാം, അത് മാറ്റിയെടുത്തിട്ട് അവിടെയാണ് ഈ മദ്രസയും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാവകാശം വരും. അപ്പൊ ഏതായാലും ഇപ്പൊ അതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് നടക്കുന്നത്. അവരാ സ്ഥലം വീതം വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കത് അവിടുന്ന് മാറ്റി കൊടുക്കുകയും വേണം. അപ്പൊ അടുത്ത ജൂണിന് മുമ്പായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാപനം ആ നാട്ടിൽ ഉയരണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന്റെ കളക്ഷന് വേണ്ടിയിട്ട് കാരയിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആ കളക്ഷനുമായിട്ട് നമ്മൾ ഓരോരുത്തരും സഹകരിക്കുക. ക്യാഷ് കയ്യിൽ കരുതാത്തവർ QR കോഡ് ഉണ്ട്, ഓൺലൈനായിട്ട് പേ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ട്. ആ കളക്ഷനുമായിട്ട് നമ്മൾ ഓരോരുത്തരും സഹകരിക്കുക. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളിത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും നൽകണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.